പഞ്ചമിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നം എല്ലാവർക്കും തന്നെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വരാഹി ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആണ്. അപ്പോൾ നമുക്കൊരു 5 പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. 5 പ്രശ്നങ്ങളും ഒന്നിച്ച് സോൾവ് ചെയ്ത് തരണം എന്നല്ല നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് സോൾവ് ആക്കേണ്ട ആ ഒരു പ്രാർത്ഥനയാണ് ദേവികയോട് വെക്കേണ്ടത്. ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തേങ്ങാദീപ വഴിപാടോ അല്ലെങ്കിൽ ശർക്കര കരിപ്പട്ടി ദീപ വഴിപാടോ പഞ്ചദീപ വഴിപാടോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നില്ല. അതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം അതൊക്കെ ദീപ വഴിപാടാണ്. ഇവിടെ നമ്മൾ ദീപങ്ങളൊന്നും കൊളുത്തുന്നില്ല. നമ്മൾ നാമം മാത്രമാണ് ഇവിടെ ചൊല്ലുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ വേണം. ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ പേനയും വേണം. പിന്നെ ഒരു നാമം ചൊല്ലുകയും വേണം. നാമം ഞാനിവിടെ എഴുതി കാണിക്കാം, പറഞ്ഞും തരാം വീഡിയോയുടെ ലാസ്റ്റിൽ. ഈ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സമയവും ഞാൻ പറയുന്നുണ്ട്. എല്ലാ സമയത്തും ഇത് ചെയ്യാൻ സാധിക്കില്ല. പഞ്ചമി തിഥിയിൽ ചെയ്യണം. ടൈമും ലാസ്റ്റിൽ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ആ പേപ്പറിൽ എന്താണ് നമ്മുടെ പ്രശ്നം, അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയോട് നമ്മൾ സങ്കടം പറയുമല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതുപോലെ വരാഹി ദേവിയെ നമ്മുടെ അമ്മയായി കണ്ട് നമ്മുടെ എന്താണോ നമ്മുടെ പ്രശ്നം, ആ ഒരു പ്രശ്നം ആദ്യം എഴുതുക. പറഞ്ഞുകൊണ്ട് തന്നെ ആ പ്രശ്നം എഴുതുക. എന്നിട്ട് ദേവിയോട് ഒരു പ്രശ്നം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് ആവശ്യപ്പെടേണ്ടത്. അതും നമ്മൾ എഴുതണം. ഇപ്പോൾ എല്ലാവരും അമ്മമാരെ വിളിച്ച് പരാതിയാണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ഫോണിൽ കൂടെ, മൊബൈൽ ഫോണിൽ കൂടെ ആണല്ലോ പറയുന്നത്. പണ്ടു കാലത്തെ മക്കളൊക്കെ ദൂരെയാണെങ്കിൽ അമ്മമാരോട് എഴുത്തെഴുതിയാണ് കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അതായത് നമ്മുടെ അമ്മയ്ക്ക് ഇപ്പോൾ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ എങ്ങനെയാണോ എഴുത്തുകളിലൂടെ നമ്മളുടെ സന്തോഷവും സങ്കടവും ഒക്കെ അറിയിച്ചിരുന്നത്, അതുപോലെ നമ്മൾ വരാഹി ദേവിക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ എഴുതണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യായമായിട്ടുള്ള ആവശ്യമായിരിക്കണം. മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ദേവിയോട് പറയാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഴുതാം. കുട്ടികൾക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി, നല്ലതുപോലെ പഠിക്കുന്നതിന് വേണ്ടി, ജോലിക്കുള്ള പരീക്ഷാ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ 100% എഫർട്ട് എടുത്തിട്ടും നടക്കാത്ത ഒരു കാര്യമില്ലേ. ആ സന്ദർഭങ്ങളിൽ അതിനൊക്കെ വേണ്ടി ഈ ഒരു എഴുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതി അത് ദേവി സോൾവ് ചെയ്ത് തരണം എന്ന് ദേവിയോട് അപേക്ഷിച്ചുകൊണ്ട് വേണം എഴുതേണ്ടത്. ആ പേപ്പർ നമുക്ക് 4ആയിട്ട് മടക്കി നമ്മുടെ കയ്യിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ നാമം ചൊല്ലേണ്ട നാമം ഇതാണ്: ശിവരാത്രി ദണ്ഡവര കപാലിനി നമോ നമ. 2 ലൈൻസേ ഉള്ളൂ. ശിവദാത്രി ദണ്ഡവര കപാലിനി നമോ നമ. 2 വരിയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം: ശിവദാത്രി ദണ്ഡവര കപാലിനി നമോ നമ. ശിവദാത്രി ദണ്ഡവര കപാലിനി നമോ നമ എന്ന് ഞാനിവിടെ എഴുതി കാണിക്കാം. ഇത് 33 തവണയാണ് ആ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഒരു നാമം ചൊല്ലേണ്ടത്. നാമം 33 തവണ ചൊല്ലിയാൽ മാത്രം മതി. നാമം ആ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ആ പേപ്പറിൽ എഴുതേണ്ടത്. 33 തവണ ചൊല്ലുകയാണ് പിന്നീട് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പേപ്പർ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ വരാഹി ദേവിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വെക്കാം, അല്ലെങ്കിൽ വിഗ്രഹമാണെങ്കിൽ വിഗ്രഹത്തിനടിയിൽ വെക്കാം. ഇതൊന്നും വിളക്കാണെങ്കിൽ കൊളുത്തുന്നതെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ കൊണ്ടുപോയി സൂക്ഷിച്ച്
വെച്ചാൽ മതി. അതായത് ദേവിയുടെ വിഗ്രഹം ഇല്ലാത്തവർ ഒരു മൺചിരാതി ദീപം തെളിയിക്കണമെന്ന് ദേവിയായി സങ്കല്പിച്ച് ഒരു ദീപം തെളിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അലമാരിയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. ആഗ്രഹം സാധിച്ചതിന് ശേഷം നമുക്കതെവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. ഈ പറയുന്ന സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വേണം ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ സക്സസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദീപം തെളിയിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ 7:30 മുതൽ, അതായത് രാത്രിയിൽ 7:30 മുതൽ 8:20 വരെ, ബുധനാഴ്ച രാത്രി 7:30 മുതൽ 8:30 വരെ, വ്യാഴാഴ്ച 9 മണി മുതൽ 10 മണി വരെ. ഈ സമയത്താണ് പഞ്ചമി തിഥി ഉള്ളത്. അപ്പം ആ സമയത്ത് വേണം ചെയ്യാൻ. രാത്രി 7:30 മുതൽ 8:30 വരെയും വ്യാഴാഴ്ച 9 മണി മുതൽ 10 മണി വരെ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. അപ്പോൾ ദേവിക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ എന്താണ് നടക്കേണ്ട ആ പ്രശ്നം, അത് നമ്മുടെ അമ്മയോട് സങ്കടം പറയുന്ന പോലെ അമ്മ ഇങ്ങനെയാണ് ഇതെനിക്ക് നടത്തി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം. എന്നിട്ട് 33 വട്ടം ഈ നാമം ചൊല്ലണം. നാമം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തേങ്ങാ ദീപ വഴിപാട്. ഒരു തേങ്ങ, അത് വൈകുന്നേരമാണ് ചെയ്യേണ്ടത്. തേങ്ങ 2ആയി മുറിച്ച് ആ തേങ്ങയ്ക്കകത്ത് നെയ്യ് ഒഴിച്ച് തിരി വെച്ച്, അതായത് കിഴി പോലെ തിരി കെട്ടിയിട്ട് നിങ്ങൾ ദീപം തെളിയിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഭയങ്കര പവറാണ്. അത് ദേവിയുടെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മൺചിരാത് ദേവിയായി സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലോ തെളിയിക്കണം. അത് തനിയെ ഇരുന്ന് കത്തി അണഞ്ഞോളും. അത് കഴിഞ്ഞ് ആ തേങ്ങ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ എടുക്കാം, പച്ചരിയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എടുക്കാം. ഇത് നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ തേങ്ങ ചിരകി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കിളിക്കോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം. പിന്നീട് നമ്മൾ പറയുന്ന കരിപ്പെട്ടി ദീപ വഴിപാട്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വഴിപാടുകളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തൊരു ചെറിയ കഷ്ണം കരിപ്പെട്ടിയും കൂടി ഇട്ട് ദേവിക്ക് ദീപം സമർപ്പിക്കുന്നതാണ്. ഈ 3 കാര്യവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വലിയൊരാഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും. ഈ ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ട് ഈ 3 വഴിപാടുകളും നിങ്ങൾ കഴിക്കുക. 2 ദീപ വഴിപാടുകളും ദേവിക്ക് ഈ ലെറ്ററും നാളെ എഴുതാൻ മറക്കരുത്. നാളെ ദേവിക്ക് മണമുള്ള പുഷ്പവും ചുവന്ന തെറ്റിപ്പൂവോ അങ്ങനെയുള്ളതൊക്കെ സമർപ്പിക്കാനും ശ്രമിക്കണം. ഫോട്ടോ ഇല്ല വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോട്ടോ ഒന്നും ഇല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൺചിരാതിനെ ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രക്രിയകളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ക്രിയകളെല്ലാം അങ്ങനെ ചെയ്യാം. വരാഹിയമ്മയെ പൂജിച്ചതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടാകില്ല. അങ്ങനെ പലരും പറയലുണ്ട്. അതൊക്കെ വെറുതെയാണ്. നാളെ മെയ് 6 പഞ്ചമി തിഥി ആരംഭിക്കുന്നത് 7:51 AM, അവസാനിക്കുന്നത് വ്യാഴാഴ്ച 10:10 AM. പഞ്ചമി വഴിപാടുകളൊക്കെ വൈകിട്ട്, തേങ്ങാദീപ വഴിപാടൊക്കെ വൈകിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നാളെ വൈകിട്ട് ചെയ്യാവുന്ന വഴിപാടുകളെല്ലാം ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ തേങ്ങാ ദീപ വഴിപാടോ കരിപ്പെട്ടി ദീപ വഴിപാട് നടന്നില്ലെങ്കിൽ അത് വ്യാഴാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. ഇനിയും നമ്മൾ പറയാൻ പോകുന്ന ഒരു ചെറിയ കല്ലിപ്പ് പരിഹാരത്തെക്കുറിച്ചാണ്. നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും സാധിച്ചു കിട്ടുന്നത് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ചമി മുതൽ പഞ്ചമി വരെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നോൺ വെജ് കഴിക്കാൻ പറ്റുമോ, പീരീഡ്സ് ടൈം എന്ന് വന്നാൽ ചെയ്യാമോ എന്നൊക്കെ. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം ഇത് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴാണ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഒരു പിടി കല്ലുപ്പ് മാത്രം മതി.
നമ്മുടെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒരു പിടി കല്ലുപ്പെടുത്ത് ദേവിയുടെ നാമം ചൊല്ലി നമ്മുടെ പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഉറങ്ങുന്നു പോകുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പീരിയഡ്സ് ടൈമിലും ഇത് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യാം. എന്നാൽ പിന്നെ നമ്മളിത് ശുദ്ധമായി ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ഈ ഒരു ദീപം കൊളുത്തുന്ന ദിവസം, അപ്പോൾ നമ്മൾ നോൺ വെജ് കഴിക്കുന്നതിന് മുന്നേ ഇരുന്ന് വേണം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു മൺചിരാതിൽ ഒരു വിളക്ക് തെളിയിച്ച് വേണം ഇത് ചെയ്യാൻ. രണ്ടാമത്തെ ദിവസം മുതൽ വിളക്കൊന്നും കൊളുത്തേണ്ട ആവശ്യമില്ല. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെയ്യുക. ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. എന്നാൽ മാത്രമേ അതിന് റിസൾട്ട് ഉള്ളൂ. അപ്പോൾ നാളെ നിങ്ങൾ പഞ്ചമിയിൽ നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ അടുത്ത പഞ്ചമി വരെ കറക്റ്റായി തന്നെ ചെയ്യുക. നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും കുറച്ച് കല്ലുപ്പ് കൂടി കൊണ്ടുപോയി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് കല്ലുപ്പാണ്. ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വയ്ക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ശുദ്ധമായി തന്നെ ചെയ്യണം. ഈ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് വിളക്ക് തെളിയിക്കണം. എന്നതിന് ശേഷം ഒരു പിടി കല്ലുപ്പ് നമ്മുടെ വലത് കൈയിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് എടുക്കാൻ പറ്റും അത്രയും എടുത്താൽ മതി. ഒരുപാടൊന്നും എടുക്കണ്ട. അത് എടുക്കുക. എന്നിട്ട് 2 കൈയും കൊണ്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഈ പറയുന്ന നാമം ചൊല്ലുക. 21 തവണ ചൊല്ലുക. കല്ലുപ്പ് കയ്യിൽ വെച്ചിട്ട് ഒരേ ഒരു പ്രാർത്ഥന എന്താണോ നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ഒരേ ഒരു പ്രാർത്ഥന. ഓരോരുത്തർക്കും പ്രാർത്ഥനകൾ പ്രത്യേകമായിരിക്കും. അപ്പോൾ ചിലർക്ക് വീട് വേണമെന്ന്, ചിലർക്ക് കല്യാണം നടക്കണം, ചിലർക്ക് ജോലി കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അവരവരുടെ പ്രോബ്ലംസ് സോൾവായി കിട്ടാൻ വേണ്ടി എന്താണോ, കടങ്ങളോ അങ്ങനെയുള്ളതാണെങ്കിൽ അത് എന്ത് പ്രശ്നമാണെങ്കിലും സോൾവായി കിട്ടും എന്നുള്ളതായിരിക്കും. അതൊരു പ്രാർത്ഥനയാണെങ്കിലും പഞ്ചമിയിൽ നമ്മളത് ചെയ്താൽ അതിന് ഭയങ്കര പവറാണ്. ചൊല്ലേണ്ട നാമം പറയാം. സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി. ഞാനിത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി. നമോസ്തുതേ നമോസ്തുതി എന്നാണ് ചൊല്ലേണ്ടത്. നമോസ്തുതി നമോസ്തുതി. അതായത് സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതി നമോസ്തുതി. ഒന്നും കൂടി പറയട്ടെ. സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതി നമോസ്തുതി എന്നാണ് ചൊല്ലേണ്ടത്. സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതി നമോസ്തുതി എന്ന് തന്നെ ചൊല്ലണം. ഈ ഒരു നാമം ചൊല്ലുന്നത് വഴി നമുക്ക് സകല അനുഗ്രഹങ്ങളും ലഭിക്കും. തടസ്സങ്ങളുള്ളത് നീങ്ങിക്കിട്ടും. നമുക്ക് നന്മകൾ ലഭിക്കും. ഇത് 21 തവണയാണ് കല്ലുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് ഇത് ചൊല്ലേണ്ടത്. അതിനുശേഷം ഈ കല്ലുപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അലിയിച്ച് സിങ്കിൽ കളയാവുന്നതാണ്. ഉടൻ തന്നെ കളയാം. അടുത്ത ദിവസത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി പറയാം. നമ്മുടെ കയ്യിലേക്ക് ഒരേ ഒരു പിടി കല്ലുപ്പ് റൈറ്റ് ഹാൻഡിൽ എടുക്കുക. എന്താണോ ആഗ്രഹം വലത് കയ്യിൽ എടുത്തിട്ട് അത് കൈ വെച്ചുകൊണ്ട് സാധിക്കേണ്ട ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഒരേ ഒരു കാര്യങ്ങളെ പ്രാർത്ഥിക്കാമുള്ളൂ. അത് ആദ്യം കല്ലുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. അതിനുശേഷം 21 തവണ ഈ നാമം ചൊല്ലുക. നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ കല്ലുപ്പ് ഉടൻ തന്നെ വെള്ളത്തിൽ അലിയിച്ച് സിങ്കിലൊഴിച്ച് കളയാവുന്നതാണ്. അല്ല, വീടിന് പുറത്ത് കളയാൻ സാധിക്കുന്നവർക്ക് ഏതെങ്കിലും വലിയ മരത്തിൻ്റെയോ മറ്റോ ചുവട്ടിൽ ആരും ചവിട്ടാത്തടത്ത് കളയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പഞ്ചമി മുതൽ അടുത്ത പഞ്ചമി വരെ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു പാക്കറ്റ് ഉപ്പിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതൊരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കളയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിന് വേണ്ടി ആ കല്ലുപ്പ് പിന്നെ ഉപയോഗിക്കരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് വെള്ളത്തിൽ അലിയിച്ച് ഉപ്പ് കളഞ്ഞിട്ട് ഉറങ്ങുക. ഈ ഒരു പഞ്ചമി മുതൽ അടുത്ത പഞ്ചമി വരെ ആത്മാർത്ഥമായി ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. വീട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ലഭിക്കുന്നതിനുള്ള ഒരു സൂചനയെങ്കിലും ഈ 15 ദിവസത്തിനുള്ളിൽ ദേവി തരും. നിങ്ങൾക്കൊരു വീടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ളൊരു എന്തെങ്കിലും സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങിയിരിക്കും. പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് കല്ലുപ്പ് തന്നെ ഈ വഴിപാടിനെടുത്തിരിക്കുന്ന പ്രധാന കാര്യം. അതിനോടൊപ്പം വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രവും കൂടി ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടും. യാതൊരു മാറ്റവുമില്ല. റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല.
ചൊല്ലാൻ സാധിക്കുന്ന ഒരു നാമമാണിത്. എല്ലാവർക്കും എന്താണ് പ്രോബ്ലംസ് അതിന് പരിഹാരമായി ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോയിൽ 4 റെമഡീസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 റെമഡീസും നിങ്ങൾക്ക് നാളെ ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ വൈകുന്നേരം ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. നിങ്ങൾ ഈ 4 കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദേവിക്ക് ലെറ്റർ എഴുതുക, ഒരു തേങ്ങാദീപം തെളിയിക്കുക, കരിപ്പട്ടി വെച്ചൊരു ദീപം തെളിയിക്കുക, പിന്നീട് ഇതുമാണ് കല്ലുപ്പ് വഴിപാടും. വളരെ സിമ്പിളാണ്. ഇത് ചെയ്ത് നിങ്ങളുടെ ആ വലിയ ആഗ്രഹം സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. ദേവിയോട് എന്താവശ്യപ്പെട്ടാലും ദേവി സാധിച്ചു തരും. ധൈര്യമായി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നൊരു ദേവിയാണ് വരാഹി ദേവി. നിമിഷങ്ങൾക്കുള്ളിൽ പ്രസാദിക്കുന്ന ദേവിയാണ്. അത് പഞ്ചമി മുതൽ അടുത്ത പഞ്ചമി വരെ മുടങ്ങാതെ ചെയ്യണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇത് കേൾക്കണം. എന്നിട്ട് വീണ്ടും കേൾക്കണം. സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് കമൻറ്റിലോ ലൈവിലോ ചോദിക്കാം. നിങ്ങൾ അടുപ്പിച്ച് ഒരു 2 പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ പവർഫുള്ളാണ്. ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾ ചെയ്താൽ അതിന് മറുപടി അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ചൊല്ലേണ്ട നാമം ഞാനിതിൽ എഴുതി ചേർക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വരാഹി ദേവിയുടെ സാമീപ്യം എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.